അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം നേരിടാൻ സർപ്പ എന്ന പേരിൽ വിദഗ്ധരുടെ ടീമിന് രൂപം നൽകിയിട്ടുള്ളതായി വനം വകുപ്പ് അധികൃതർ. പാമ്പുകളെ വീടുകളിൽ തന്നെ കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ സർപ്പ ടീം അംഗങ്ങളെ സമീപിക്കണമെന്നും ഇതിനു പുറമെ സർപ്പ ആപ്പ് രൂപീകരിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചു. അന്തരീക്ഷ താപനില വർദ്ധിച്ചതോടെ ഇഴജന്തുക്കൾ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ ഏതാനും ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇഴജന്തുക്കളിൽ നിന്നും ദംശനമേറ്റ് ആളുകൾ അപകടത്തിൽപ്പെടുന്നതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചൂട് ഇത്തരത്തിൽ വർദ്ധിച്ചാൽ വീടുകളുടെ പരിസരങ്ങളിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവും വർദ്ധിക്കാനിടയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം മുൻകൈയെടുക്കാതെ വനം വകുപ്പിനെ വിവരമറിയിക്കാനാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത്. ഇതിനായി സർപ്പ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുള്ളതായും ഇവരെ വിവരമറിയിക്കുക വഴി ഇഴജന്തുക്കളെ സുരക്ഷിതമായി തന്നെ നീക്കം ചെയ്യാമെന്നും വനം വകുപ്പ് അധികൃതർ പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീനിവാസ് കമ്മത്ത്. ഞാൻ സർപ്പ എറണാകുളം ജില്ലാ ഫെസിലിറ്റേറ്ററാണ്. സർപ്പ എന്ന് പറയുന്നത് കേരള വനം വകുപ്പിൻ്റെ ഒരു ആപ്പാണ്. പാമ്പുകളെ മനുഷ്യൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് കാണുകയോ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പാമ്പുകൾ എവിടെയെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പാമ്പുകളെ റിപ്പോർട്ട് ചെയ്യാനും റിപ്പോർട്ട് എ സ്നേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാനും അവയെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നും റെസ്ക്യൂ ചെയ്തുകൊണ്ട് മാറ്റാനും മറ്റൊരു സ്ഥലത്തേക്ക് ഇവയെ മാറ്റാനും വിഷപ്പാമ്പുകളാണെങ്കിൽ കാടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി വിടാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് സർപ്പ ആപ്പ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സേവനങ്ങളും എല്ലാം തന്നെ ഫ്രീ ആണ്. ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച സുരക്ഷിതമായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനും പാമ്പുകളെ സുരക്ഷിതമായിട്ട് തന്നെ മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിടാനും ജനവാസ മേഖലയിൽ നിന്നും വളരെ ദൂരെ കാടുകളിലേക്ക് തുറന്നു വിടാനും ഒക്കെ പരിശീലനം ലഭിച്ച സന്നദ്ധ സേവകർ വോളണ്ടിയേഴ്സ് ആണ് സർപ്പ ആപ്പിൽ പലപ്പോഴും റെസ്ക്യൂവേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി പാമ്പ് കടിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളൊക്കെ ഉണ്ട് എങ്കിൽ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് തുടങ്ങിയ പല അറിവുകളും ഇൻഫർമേഷനും ഈ ആപ്പിനകത്തുണ്ട്. ഇത് വളരെയധികം പ്രയോജനമുള്ള ഒരു ആപ്പാണ് സർപ്പ ആപ്പ്. നമുക്കറിയാം, പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോരാ, പാമ്പ് കടി ചികിത്സ നടത്തുന്ന പാമ്പിൻ്റെ വിഷത്തിൻ്റെ പ്രതിവിഷമുള്ള ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്ന പ്രതിവിഷമുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രം പോയാലേ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാലുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ASV അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നും ആ ഹോസ്പിറ്റലുകളുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം തന്നെ ഈ വിധത്തിൽ ഈ ആപ്പിൻ്റെ ഉള്ളിലുണ്ട്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ പാമ്പുകളെ സുരക്ഷിതമായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പരിശീലനവും ലൈസൻസും നേടിയ സന്നദ്ധ സേവകരുടെ പേരുകളും ഫോൺ നമ്പറും ഇതേ ആപ്പിൽ നമുക്ക് ലഭ്യമാണ്. പരിശീലനം ലഭിച്ചവരും ലൈസൻസ് ഉള്ളവരുമായ സർപ്പ വോളണ്ടിയർമാർ ഉടൻ സ്ഥലത്തെത്തി രക്ഷാനടപടികൾ സ്വീകരിക്കും. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വഴിയും സേവനം പ്രയോജനപ്പെടുത്താം. ഇന്ധനച്ചെലവിനും മറ്റും വരുന്ന ചെറിയ തുകകൾ മാത്രമേ വോളണ്ടിയർമാർ സ്വീകരിക്കൂ. കോതമംഗലം മേഖലയിൽ എൽദോസ് കുര്യാക്കോസിനെ 97 44 92 86 06 എന്ന നമ്പറിലും, വടാട്ടുപാറ മേഖലയിൽ KN രതീഷിനെ 97 47 58 41 79 എന്ന നമ്പറിലും ബന്ധപ്പെടാനാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.